I am Dr. George P. Abraham, Chief Urologist and Transplant Surgeon, Lakeshore Hospital, Kochi. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരിൽ കണ്ടുവരുന്ന മൂത്ര തടസ്സത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഒരു മൂത്രക്കുഴൽ ഒരു സഞ്ചിയും തൂക്കി പിടിച്ചിട്ട് നടക്കുന്ന കാണും. അത് മൂത്രം പോകുന്നതിന് തടസ്സം വന്നാൽ ഒരു ട്യൂബ് ഇട്ട് തടസ്സം മാറ്റുക, അതുകൊണ്ട് നടക്കേണ്ടി വരും. എന്നിട്ടാണ് അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് വന്നു നോക്കി കണ്ടുപിടിച്ച് കാരണം മാറ്റിക്കഴിഞ്ഞാൽ, ട്യൂബ് മാറ്റിക്കഴിഞ്ഞാൽ മൂത്രം നല്ല വൃത്തിയായിട്ട്. മൂത്രത്തിന് തടസ്സം വരണമെങ്കിൽ പുരുഷന്മാരിൽ സാധാരണ കുട്ടികൾക്ക് വരാം, ചില അഡൽട്ട്സ് ആയവർക്ക് വരാം, പ്രായം ചെന്നവരിലും വരാം. കുട്ടികൾക്ക് സാധാരണ വരുന്നത് ജന്മനാ തന്നെ ചില തകരാറുകൾ, ജന്മനാ ഉണ്ടാകുന്ന തകരാറുണ്ട്. ഒരു പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ്, ബ്ലാഡർ നെക്ക് സ്റ്റെനോസിസ്, ഈ ഫൈമോസിസ്, മിയാറ്റൽ സ്റ്റെനോസിസ്, ഇങ്ങനെയുള്ള ചില തകരാറുകളൊന്നും മൂത്രം പോകാൻ തടസ്സം വരും. കുറച്ചുകൂടി പ്രായമായ അഡൽട്ട്സിന് വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മൈൽഡ് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ വന്നാൽ, പ്രോസ്റ്ററ്റൈറ്റിസ് വന്നാൽ അതൊരു പ്രധാന കാരണമാണ്, മൂത്രം പോകാൻ തടസ്സം വരും. പിന്നീട് മൂത്രക്കുഴലിന് സ്ട്രിക്ചർ വന്നാൽ വരും, ബ്ലാഡർ നെക്ക് ഒബ്സ്ട്രക്ഷൻ വന്നാൽ വരും, പിന്നെ ഫൈമോസിസ്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഈ അഡൽട്ട്സിലും വരാം. കോമൺ ആയിട്ട് പ്രായമായവരിലാണ് മൂത്ര തടസ്സം കൂടുതൽ കണ്ടുവരുന്നത്. അത് പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രോസ്റ്റേറ്റ് എന്ന ഒരു ഗ്രന്ഥിയുണ്ട്, ആ ഗ്രന്ഥി കുറച്ച് വലുതാകും, അത് ചിലർക്ക് തടസ്സം ഉണ്ടാകും. ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും ഉള്ള ഒരു ഗ്രന്ഥിയാണ്, ഒരു വാൾനട്ട് രൂപത്തിലുള്ള ഒരു ഗ്രന്ഥി വയറിനകത്ത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രക്കുഴൽ തുടങ്ങുന്നതിന് ചുറ്റുമായിട്ടിരിക്കുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥി. അത് സാധാരണ ഒരു 10-50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചേഞ്ചസ് വരും, ഹോർമോണൽ ചേഞ്ചസ് വരും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുടെ ആ ഗ്ലാൻഡിന് ചിലർക്ക് കുറച്ച് എൻലാർജ്മെൻറ്റ് വരും. അത് എൻലാർജ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുന്നത് അതിൻ്റെ നടുക്കോടെയാണ്. ഇത് വലുതായി വരുമ്പോൾ മൂത്രക്കുഴലിനെ കുറേശ്ശെ ചിലപ്പോൾ അടച്ചു കളയുമ്പോൾ മൂത്രം പോകാൻ അല്പം ബുദ്ധിമുട്ട് വരും, കുറച്ച് വെയിറ്റ് ചെയ്യണം, വണ്ണം കുറഞ്ഞു പോകും, ചിലർക്ക് തടസ്സം, ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പതിയെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ തടസ്സം വന്നാൽ അത് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് ആ ഗ്ലാൻഡ് എന്തോരം ഉണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ഇത് വലുതായി വരുന്നത്, എന്തോരം വലുതായിട്ടുണ്ട്, അത് മരുന്നുകൊണ്ട് മാറുമോ ഇല്ലയോ, അങ്ങനെയെല്ലാം ചില പരിശോധനകൾ നമുക്ക് ആവശ്യമാണ്. അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഈ ഗ്ലാൻഡിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് കിട്ടും. അത് നോക്കിയിട്ട് അതിനകത്ത് മരുന്നുകൊണ്ട്, ചിലതെല്ലാം മരുന്നുകൊണ്ട് നല്ല ഗുണം കിട്ടും, ചിലത് മരുന്നുകൊണ്ട് ഗുണം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ, സർജറി നമുക്ക് ആവശ്യമായിട്ടു. ഈ സാധാരണ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് തടസ്സമുണ്ടാക്കാം, പിന്നെ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ രോഗിക്ക് അനുഭവപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കാനായിട്ട് ചെന്നിരുന്ന അല്പം താമസം വരും. ഒഴിച്ചു തുടങ്ങിയാൽ പണ്ടത്തെ പോലെ അത്ര ഫ്രീ ആയിട്ട് വണ്ണത്തിൽ പോകത്തില്ല. ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അത് നിൽക്കും, പിന്നെ ഒഴിക്കണം, പിന്നെ നിൽക്കും, ഒഴിച്ചു കഴിഞ്ഞാൽ മതിയായില്ല എന്ന് തോന്നും. പിന്നെ രാത്രി പല പ്രാവശ്യം എണീറ്റ് മൂത്രം ഒഴിക്കേണ്ടി വരും. മൂത്രം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, പിടിച്ചു നിർത്താൻ പറ്റാതെ വരും, ചിലപ്പോൾ മൂത്രം അറിയാതെ പോകും. ചിലർക്ക് മൂത്രത്തിക്കിടെ രക്തം പോകും, വയറിന് അടിവയറ്റിൽ വേദനയുണ്ടാകും. ഇങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് അതിനകത്തുണ്ടാകാം. സിംറ്റംസ് എന്ത് വന്നാലും, ഏത് രീതിയിലുള്ള സിംറ്റം വന്നാലും ഡോക്ടറെ കണ്ട് പരിശോധിച്ച് നോക്കിയിട്ട് കൃത്യം അതിൻ്റെ കാരണവും ബുദ്ധിമുട്ടും എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് ബേസിക്കായിട്ട് ചില പരിശോധനകളുണ്ട്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ മൂത്രസംബന്ധമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കും. യൂറിൻ നോക്കും, ബ്ലഡ് നോക്കും, ബ്ലഡിൻ്റെ കിഡ്നിയുടെ ഫങ്ഷൻ, യൂറിയ, ക്രിയാറ്റിൻ നോക്കും. പിന്നെ പ്രധാനമായിട്ട് PSA എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് നോക്കും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അത് പ്രോസ്റ്റേറ്റിൻ്റെ ഡിസീസ് ഉണ്ടെങ്കിൽ, പല ഡിസീസ് ഉണ്ടെങ്കിൽ PSA അത് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കും, അതിൽ നിന്ന് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കാരണം മൂത്രം ബാലൻസ് നിൽക്കുന്നുണ്ടോ എന്നറിയാം, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും അറിയാം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു MRI സ്കാൻ വേണ്ടി വന്നിരിക്കും. പിന്നെ ഒരു ഫ്ലോറേറ്റ്, മൂത്രം ഒരു മെഷീനിലേക്ക് മൂത്രം ഒഴിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം മൂത്രം എന്തോരം തടസ്സത്തിലാണ് പോകുന്നത്, അതിന് യൂറിൻ ഫ്ലോറേറ്റ് എന്നുള്ളത് അറിയാം. പിന്നെ ചിലപ്പോൾ ഒരു മലദ്വാരത്തിൽ DRE, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, മലദ്വാരത്തിൽ ഫിംഗർ ഉപയോഗിച്ചിട്ട് പരിശോധിച്ച് നോക്കിയാൽ ആ പ്രോസ്റ്റേറ്റ് എത്ര വലുതായി എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെയും സംശയം വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ബയോപ്സി എടുക്കും.
അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് തെളിയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വീണ്ടും പിന്നെ സംശയം വരികയാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് സിസ്റ്റോസ്കോപ്പി എന്ന് ബ്ലാഡറിനകം പരിശോധിച്ച് നോക്കുന്ന സംവിധാനമുണ്ട്. ഇതിനകത്തോടെ ആ പ്രോസ്റ്റേറ്റ് വലുതായിട്ടുണ്ടോ, അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ എല്ലാ ടെസ്റ്റുകളിൽ നിന്നും നമുക്ക് പ്രോസ്റ്റേറ്റിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കും. നമുക്ക് അറിയേണ്ടത് ബിനൈൻ എൻലാർജ്മെൻറ്റ്, സാധാരണ എൻലാർജ്മെൻറ്റ് മാത്രമാണെങ്കിൽ ചിലപ്പം മരുന്നുകൊണ്ട് തന്നെ നമുക്കത് റിലീഫ് കിട്ടും. അത് പ്രോസ്റ്റേറ്റ് അങ്ങ് ചെറുതായി കഴിഞ്ഞാൽ മൂത്രവും നല്ല ഭംഗിയായിട്ട് പോവുകയും ചെയ്യും, നമ്മുടെ ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. എന്നാൽ ചിലപ്പോൾ ചിലർക്ക് പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകാം, അപ്പോഴും PSA കൂടുതലും വരും. അങ്ങനെയുള്ളവർക്കും മരുന്നുകളുണ്ട്, ആൻറ്റിബയോട്ടിക്സും അതിൻ്റെ കൂടെ മറ്റു മരുന്നുകളും കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് അത് ഇൻഫെക്ഷൻ കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബിനൈൻ എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ ഈ പ്രോസ്റ്റേറ്റിനെ ചെറുതാക്കാനുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകളും മൂത്രം തടസ്സം കൂടാതെ പോകുന്നതിനുള്ള മരുന്നുകളുമുണ്ട്. അത് കുറച്ച് ലോങ് ടേം ആയിട്ട്, സാധാരണ ഒരു വർഷം വരെയൊക്കെ നമ്മൾ മരുന്ന് കഴിക്കാൻ പറയും. മരുന്ന് കഴിക്കുമ്പോൾ ആ പ്രോസ്റ്റേറ്റ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഒരു വർഷം കൊണ്ടൊക്കെ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് മരുന്നുകൊണ്ട് കിട്ടുന്നത്. ചിലർക്ക് നല്ല ഗുണം കിട്ടുകയും ചെയ്യും, ചിലർക്ക് വലിയ ഗുണം ഉണ്ടാകുകയില്ല. ഇതുകൊണ്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് മരുന്നുകൊണ്ട് ഗുണം കിട്ടുന്നില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ പിന്നീടുള്ളത് സർജറിയാണ്, ഓപ്പറേഷനാണ് ഈ പ്രോസ്റ്റേറ്റിന് വരുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാം ഓപ്പൺ സർജറി ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ സർജറിയേ ഇല്ല, മുഴുവൻ എൻഡോസ്കോപ്പിക് സർജറിയാണ്. അതായത് സിസ്റ്റോസ്കോപ്പി ചെയ്ത് അതിനകത്ത് പ്രോസ്റ്റേറ്റിനെ കണ്ട് അതിന് TURP എന്ന് പറയുന്ന ഒരു റിസക്ടോസ്കോപ്പ് ഉപകരണം ഉപയോഗിച്ചിട്ട് ആ പ്രോസ്റ്റേറ്റിന് മുഴുവൻ റിസക്റ്റ് ചെയ്ത് മാറ്റിക്കളയും. ചിപ്സായിട്ട് അതിന് മുഴുവൻ മാറ്റിക്കളയും. അതിനാണ് TURP എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ചില ടെക്നിക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ലേസർ ഉപയോഗിച്ച് ഈ പ്രോസ്റ്റേറ്റിനെ മാറ്റിക്കളയും, ചില സ്ഥലത്ത് വാട്ടർ വേപ്പർ ഉപയോഗിച്ചിട്ട് മാറ്റിക്കളയും. അങ്ങനെ പുതിയ പിന്നെ യൂറോ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട്. ഇതെല്ലാം പുതിയ സംവിധാനങ്ങളാണ്. പഴയ കാലം മുതലേ തൊട്ട് ഏറ്റവും പ്രൂവ്ഡായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്പറേഷൻ എന്ന രീതിയിൽ കണ്ടുപിടിച്ചേക്കുന്നത് TURP തന്നെയാണ്. അത് അതിനകത്തോടെ ആ പ്രോസ്റ്റേറ്റിനെ മാറ്റിക്കളയും. പ്രോസ്റ്റേറ്റ് മാറ്റി കഴിഞ്ഞാൽ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ മൂത്രം നല്ല ഫ്രീ ആയിട്ട് പോകും, തടസ്സമില്ലാതെ പോകും. നമുക്ക് എന്ത് വന്നാലും ഏത് ഓപ്പറേഷൻ ആയാലും മൂത്ര തടസ്സമില്ലാതെ നല്ല ഭംഗിയായിട്ട് മൂത്രം ഒഴിക്കണം, കോംപ്ലിക്കേഷൻ ഉണ്ടാകരുത്. അതാണ് ഈ ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മുഴുവൻ നമുക്ക് ബയോപ്സിക്ക് കൊടുക്കാനും പറ്റും. ബയോപ്സിയിൽ അതിൽ ക്യാൻസർ ഇല്ലാന്നും കൂടി തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫോളോ അപ്പ് വേറെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ. ചിലർക്ക് ഈ പരിശോധനകളിൽ നിന്നൊക്കെ PSA കൂടുതലാണ്, നമ്മൾ മലദ്വാരത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ഹാർഡ് നോഡ്യൂളായിട്ട് തോന്നുകയാണ്. ഇങ്ങനെയെല്ലാം സംശയം വരുമ്പോൾ നമ്മളൊരു MRI സ്കാൻ ചെയ്യും, ഒരു PET സ്കാൻ നോക്കും, ഒരു ബയോപ്സി എടുത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് തെളിയിക്കും. ക്യാൻസർ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് കൂടി തെളിയിക്കും. അതിൻ്റെ കാരണം വളരെ ഏർലി സ്റ്റേജിൽ പ്രോസ്റ്റേറ്റിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ആ പ്രോസ്റ്റേറ്റിനെ അങ്ങനെ തന്നെ മാറ്റിക്കളയാം. അത് റാഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി എന്ന് അതിന് പറയുക. അല്ലെങ്കിൽ അതിന് റേഡിയേഷനും കൊടുക്കാം. റേഡിയേഷൻ കൊടുത്താലും അതിനെ കൺട്രോളിൽ വരുത്താൻ പറ്റും. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റാണ് അതിന് ഉപകരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുരുഷന്മാരുടെ വൃഷണത്തിൽ നിന്ന് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഒരു ഹോർമോൺ ഉണ്ടാകും. ആ ഹോർമോണാണ് ഈ ക്യാൻസർ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകാതിരുന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്ത പോലെ ആ ക്യാൻസറിൻ്റെ വളർച്ച അവിടെ നിൽക്കും. എന്നിട്ട് ബാക്കി ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. ചില ഇഞ്ചക്ഷൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ നിർത്തിവയ്ക്കാം. അല്ലെങ്കിൽ മണിക്കകത്തുള്ള ഗ്ലാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ ഹോർമോൺ ഇല്ലാതെ വരാം. എന്നിട്ടും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലും റെസ്പോണ്ട് ചെയ്യാതെ വന്നാൽ ചില കീമോതെറാപ്പി, ചില മരുന്നുകൾ അതെല്ലാം കൊടുത്ത് ബാക്കി അതിനെ നിയന്ത്രണ വിധേയമാക്കി തീർക്കാം. ഇതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകൾ.
പൊതുവേ മൂത്ര തടസ്സം വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് വേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യം കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ കൊടുക്കണം. ആ ചികിത്സകൾ കൊടുത്താൽ സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. നമ്മൾക്ക് അത്യാവശ്യം വേണ്ടത് തടസ്സവും ബുദ്ധിമുട്ടും കൂടാതെ മൂത്രം നല്ല ഫ്രീ ആയിട്ട് പോകണം, സാറ്റിസ്ഫൈഡ് ആയിട്ട് മൂത്രം ഒഴിക്കണം, രാത്രിയിലും എല്ലാം ഫ്രീക്വൻസി എല്ലാം നോർമലായിരിക്കണം, അതും കൺട്രോളിൽ മൂത്രം ഒഴിക്കുകയും വേണം. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്.